സ്പീക്കറും മന്ത്രിയുമുള്ള വേദിയിൽ അവതാരകന്റെ അധിക പ്രസംഗം. പരിപാടി കഴിഞ്ഞപ്പോൾ കയ്യേറ്റം ചെയ്ത CPM ഏരിയ സെക്രട്ടറി. വലതുപക്ഷ അധ്യാപക സംഘടനയുടെ കക്ഷിക്ക് എന്താ സ്പീക്കറെ ഇത്ര പൊക്കി പറയാൻ, അതും ജില്ലയിലെ മന്ത്രിയെ നോക്കിയിരുത്തിക്കൊണ്ട്. അത് അവരെ ആക്ഷേപിക്കാൻ തന്നെയാണെന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആകുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകും. അവതാരകൻ അല്പം അതിരുവിട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ. സംഭവം പത്തനംതിട്ടയിൽ നഗരചത്വരം ഉദ്ഘാടനത്തിനിടെയാണ്. സ്പീക്കറും മന്ത്രിയും പങ്കെടുത്ത പരിപാടിയിൽ അതിരുവിട്ടെന്നാരോപിച്ച് അവതാരകനെ CPM ഏരിയ സെക്രട്ടറി കയ്യേറ്റം ചെയ്തുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. പത്തനംതിട്ട നഗരചത്വരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു സംഭവം. അവതാരകനായ അധ്യാപകൻ വാഗ്ധോരണി അല്പം കടന്നുപോയെന്ന് തോന്നിയതിനെ തുടർന്നായിരുന്നു മർദ്ദനം. സ്പീക്കർ AN ഷംസീറാണ് നഗരചത്വരം നാടിന് സമർപ്പിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വിശിഷ്ടാതിഥിയായി ആരോഗ്യമന്ത്രി വീണ ജോർജും അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈനും വേദിയിലുണ്ടായിരുന്നു. ഉദ്ഘാടകനായ സ്പീക്കർ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കൂടുതൽ സമയം ഇൻട്രൊഡക്ഷൻ നൽകി അവതാരകൻ ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാണ് പുലിവാലായത്. ആരോഗ്യമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചുവെന്നാണ് അവതാരകനെ കയ്യേറ്റം ചെയ്യാനുള്ള കാരണമായി പറയുന്നത്. പരിപാടി കഴിഞ്ഞ മാധ്യമങ്ങളും വിശിഷ്ടാതിഥികളും പോയതിന് പിന്നാലെ CPM DYFI പ്രവർത്തകർ സ്ഥലത്ത് തടിച്ചുകൂടുകയും അവതാരകനെ തടഞ്ഞു വയ്ക്കുകയുമായിരുന്നു. ഏരിയ സെക്രട്ടറി MV സഞ്ജു അവതാരകനെ കയ്യേറ്റം ചെയ്തുവെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വിവരമറിഞ്ഞെത്തിയ നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ അവതാരകനെ കൂടുതൽ മർദ്ദനമേൽക്കാതെ രക്ഷപ്പെടുത്തി വിടുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അധിക്ഷേപിച്ചുവെന്നതായിരുന്നു പ്രവർത്തകരുടെ ദേഷ്യത്തിന് കാരണമായത്. വലതുപക്ഷ അധ്യാപക സംഘടനയുടെ പ്രതിനിധിയാണ് മർദ്ദനമേറ്റ അധ്യാപകൻ. ഇദ്ദേഹം ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല.